ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും പ്ലസ് ടു ഓണപരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ സബ്ജക്റ്റും അതിഗംഭീരമായി എഴുതി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരുമിച്ച് നേരിടാൻ പോകുന്നത് അവസാനത്തെ പ്ലസ് ടു കെമിസ്ട്രിയാണ്. ഈ പ്ലസ് ടു കെമിസ്ട്രിയിൽ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ല. നമ്മൾ മുഴുവൻ മാർക്കും നേടിയെടുക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് പ്ലസ് ടു കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 4 ചാപ്റ്റേഴ്സിലും ഏതൊക്കെ പോയിന്റുകൾ, ഏതൊക്കെ ടോപ്പിക്കുകൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുക എന്നീ മുഴുവൻ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ മുഴുവനായി പഠിക്കാമെന്നുള്ള ഒരു ഐഡിയ ഏറ്റവും അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നോക്കുക, ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, സൊല്യൂഷൻസ് നമുക്ക് പഠിക്കാനുള്ള ഈ 4 ചാപ്റ്ററിൽ ഏറ്റവും വലിയ ചാപ്റ്ററാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്ന സൊല്യൂഷൻസ് നിന്നാണ്. ഏറ്റവും കൂടുതൽ ലോ വരുന്നതും ഗ്രാഫ് വരയ്ക്കാനായിട്ടും ഒരുപാട് എക്സാമ്പിളും മറ്റും പഠിക്കാനൊക്കെ വരുന്നത്, എക്സാംസ് ഒക്കെ പഠിക്കാനായിട്ട് വരുന്നത് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിട്ട് പോവേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ആദ്യം പറയാനുള്ളത് കോൺസെൻട്രേഷൻ ടേമുകളാണ്. മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ എന്നീ ഭാഗങ്ങളെല്ലാം നല്ലപോലെ നിങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. നിർബന്ധമായി അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അടുത്തത് ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ്. ഹെൻറീസ് ലോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള അനോക്സിയ ബെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് നിർബന്ധമായി നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ദെൻ റോൾസ് ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഹെൻറീസിലും റോൾസിലും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല, റോൾസ് ലോ കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ടോപ്പിക്കാണ് ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാത്തവയെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. അതിൻ്റെ ഗ്രാഫ് പഠിക്കാനുണ്ട്, എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, 5 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ആസിയോട്രോപ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ആസിയോട്രോപ്സ് എന്ന് പറയുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരു കാരണവശാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. ആ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ സൊല്യൂട്ടിന്റെ മോളാർ മാസാണ് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാനുള്ള ഐഡിയ ഒക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. ആ ഇക്വേഷൻസ് വേണം, അതിൽ നിന്നാണ് പ്രോബ്ലംസ് കൂടുതലായിട്ട് എക്സാമിന് വരിക. അവസാനം വാൻ ഹോ ഫാക്ടർ, ചില മോളിക്യൂളുകൾ തന്നിട്ട് അവരുടെ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയും. അതും വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. എപ്പോൾ, എങ്ങനെ എന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനം പറയുന്നുണ്ട്. അടുത്ത നിങ്ങൾ നോക്കേണ്ടത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററാണ്. സൊല്യൂഷനുകൾ കുറച്ച് ചെറുതാണെങ്കിൽ പോലും തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് പഠിക്കുന്നത് വളരെ കൺഫ്യൂഷൻ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇലക്ട്രോ കെമിക്കൽസിലെ ആനോഡ്, കാഥോഡ് എന്താണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണ്, ഓവറോൾ റിയാക്ഷൻ എന്താണ്, ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എന്താണ്, അതിനോടൊപ്പം തന്നെ സെൽ റെപ്രസെൻറ്റേഷൻ എന്നീ കാര്യങ്ങളാണ്. സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് പഠിക്കേണ്ടത്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കാം. നേൺസ് ഇക്വേഷൻ ഉറപ്പായും എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലങ്ങൾ വരുന്നത് നേൺസ് ഇക്വേഷനിൽ നിന്നാണ്. നേൺസ് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ സെൽ പൊട്ടൻഷ്യലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും, അതിന് ആ ഭാഗത്ത് കുറച്ച് മുൻപായിട്ട് നമ്മൾ SHE ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. SHE പഠിക്കാനുണ്ട്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക മാത്രം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ നേൺസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് 1-2 ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. വളരെ ഈസിയായി അതെങ്ങനെ ഓർത്ത് വയ്ക്കാം, ഈ എക്സാമിന് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പോലെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. ദെൻ അടുത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് കോൾഡ്-റാറ്റ്സ് ലോ ആണ്. ഉറപ്പിച്ച ഒരു ചോദ്യമാണ് കോൾഡ്-റാറ്റ്സ് ലോ എന്ന് ഉറപ്പായും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോളിസിസ്, NaClൻ്റെയും ഓൾട്ടൺ NaClൻ്റെയും NaCl സൊല്യൂഷൻ്റെയും ഇലക്ട്രോളിസിനെ കുറിച്ച് ചെറുതായി പഠിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും വെച്ചുകൊണ്ട് പ്രോബ്ലം ചോദിക്കും. മാത്രമല്ല, ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും അതുപോലെ തന്നെ സ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറയും. വളരെ ഈസിയായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. ദെൻ ബാറ്ററീസ്, പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി, അതിനോടൊപ്പം തന്നെ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ല്. ഇതാണ് ബാറ്ററിയുടെ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ, കെമിക്കൽ കൈനറ്റിക്സ് എന്താ പറയുന്നത്, ഞാൻ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ 3ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായി ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റേറ്റ് ലോ എക്സ്പ്രഷൻ അഥവാ റേറ്റ് ലോ ഇക്വേഷൻ അറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഓർഡറും ദെൻ മോളിക്കുലാരിറ്റിയും. ഓർഡറിൻ്റെയും മോളിക്കുലർ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വേണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കുന്നതാണ്. ആ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതിനുശേഷം വരുന്ന ഹാഫ് ലൈഫും, 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഹാഫ് ലൈഫിനെ കുറിച്ചുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും എക്സാമിന്
ഒഴിവാക്കാൻ പാടാത്ത ഒരു ടോപ്പിക്കാണ് എന്ത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. എഫക്ട് ഓഫ് ടെമ്പറേച്ചറും എഫക്ട് ഓഫ് കാറ്റലിസ്റ്റും ഒന്ന് നോക്കി വെക്കുക. ആർഡിനേസ് ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർഡിനേസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും, അതിൽ ഓരോ ടേമുകൾ എഴുതുവാനായിട്ടും പറയും. ആർഡിനേസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ആക്ടിവേഷൻ എനർജി ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, കെമിക്കൽ കണ്ടീഷൻ്റെ ഏകദേശം ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിൽ നോക്കുക, വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. D&F എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ വളരെ കുറച്ച് ടോപ്പിക്സേ നിങ്ങളത് നോക്കേണ്ടതുള്ളൂ. ആദ്യം പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. D&F ബ്ലോക്ക് എലമെൻസിൻ്റെ ഡി ബ്ലോക്ക് എലമെൻറ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അറ്റോമിക് അയണിക് റേഡിയം, പിന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്തൊക്കെ കാണിക്കുന്നു, അതായത് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിന് കാരണം എന്താണെന്നുള്ള കാര്യം, അതിനോടൊപ്പം തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ റീസണും ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതിനടുത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്, കുറച്ച് പ്രോപ്പർട്ടികളും പഠിക്കാനുണ്ട്, സ്ട്രക്ചറും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ട്രക്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ 2 മോളിക്യൂളിലും. ദെൻ അത് ലാന്തനോയിഡ് കോൺട്രാക്ഷനും ആക്ടിനോയിഡ് കോൺട്രാക്ഷനും ഒഴിച്ചുകൂടാനാവാത്തൊരു ടോപ്പിക്കാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഉറപ്പായും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായും വരുന്നതാണ്. ഇതാണ് ഈ 4 ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായി നോക്കേണ്ടത്.